ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും ഒരു ബ്രാൻഡ് ന്യൂ വീക്ക്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ മാർക്കറ്റിലും ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു വീക്കിലെ ആദ്യത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. വീണ്ടും 24,700 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുകയാണ്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ഫസ്റ്റ് മൂവ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എഗെയിൻ 1% കൂടുതൽ PSU ബാങ്ക് ഇൻഡെക്സ് ഒരു നേട്ടം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിയൽറ്റി മേഖലയിലും 1% നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ട്രേഡ് ടോക്സ് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും പുറത്തു വന്നിട്ടില്ല. എഗെയിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി RBIയുടെ MPC ആണ് അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അതിൻ്റെ ഒരു യോഗ തീരുമാനങ്ങൾ സ്റ്റാറ്റസ് കോ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റ് അതിൻ്റെ ഒരു കിക്ക് ഓഫ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും മറ്റ് മോറോവർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത, ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് ഒരു അവസാന ഓവർ വരെ ആവേശം നീണ്ടു നിന്ന മത്സരത്തിൽ പൊരുതി നേടിയ ജയം എന്ന് വേണം പറയാനായിട്ട്. 9ാം തവണയാണ് ഇത്തരത്തിൽ ഏഷ്യ കപ്പ് കിരീടത്തിൽ ഇന്ത്യ മുത്തമിടുന്നത്. അതോടൊപ്പം തന്നെ സുരജ് സാർ ഒരു ക്രിക്കറ്റ് ഫാൻ ആയതുകൊണ്ട് തന്നെ മാച്ച് സാർ കാണാണ്ടിരിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിൻ, ആദ്യം തന്നെ condolences to those who lost their lives in Tamil Nadu stampede എന്നുള്ള our hearts and our prayers with the families of those people who lost their beloved people in that stampede. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എല്ലാ ദൈവം എല്ലാ ശക്തിയും കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് നമുക്കിന്ന് തുടങ്ങാം. ജാസ്മിൻ പറഞ്ഞ പോലെ ശരിയാണ്. ഞാൻ മാർക്കറ്റിലേക്ക് ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നൊരു റിലീഫ് റാലി വരേണ്ടതാണ്. കാര്യം വെച്ചാൽ അത്രയ്ക്ക് മാത്രം മാർക്കറ്റ് ഓവർ സോൾഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ചെറിയൊരു പുൾ ബാക്ക് റാലി വരേണ്ട സാധ്യത മാർക്കറ്റിലുണ്ട്. ബട്ട് ഇതൊരു ലോങ് ടേം ട്രെൻഡ് ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു റിലീഫ് റാലി എന്ന് മാത്രമേ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ ആസ് ഓഫ് നൗ. ഇനി ഇന്നത്തെ ദിവസം ഭയങ്കര സ്ട്രോങ് ആയിട്ട് അപ്വേർഡായിട്ട് ക്ലോസ് ചെയ്യും. അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നാളെയും മറ്റന്നാളും കൂടി ഒരു ബൈയിങ് വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെൻഡിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഒരു ചെറിയൊരു ഓവർസോൾ ടെറിട്ടറിയിൽ നിന്ന്, അതായത് നമ്മളൊരു ബോൾ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് മുകളിൽ വരെ പോയി താഴേക്ക് വന്ന് തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്യും അല്ലേ, അതേപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പ് T20 ഏഷ്യ കപ്പ് ഫൈനൽ അല്ലെങ്കിൽ ഇത് എൻറ്റയർ ടൂർണമെൻറ്റ് തന്നെ കുറച്ച് ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. കാര്യം വെച്ചാൽ നമ്മളും നമ്മുടെ നെയ്ബറിങ് കൺട്രിയായ പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് നടന്നതെന്നുള്ളത് നമുക്കറിയാം. ഇതിനു മുമ്പേയുള്ള ഇന്ത്യ പാകിസ്ഥാൻ ഈ സീരീസിൽ, അതായത് ഏഷ്യ കപ്പിൽ നടന്ന പല കളിയിലും ഇന്ത്യൻ ടീം ഒരിക്കലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാനായിട്ട് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് ഇതിനു മുമ്പേ തന്നെ വാർത്തയായ ഒരു കാര്യം തന്നെയാണ്. ഇന്നലത്തെ പ്രത്യേകത ഞാൻ കളി ജയിച്ചു എന്നുള്ളത് വളരെ സന്തോഷമായി. അതായത് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അവരിന്നെ വിശേഷിപ്പിച്ചതെന്നറിയോ, അന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ പുത്രിമാരുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ സ്ഥലത്ത് നമ്മൾ തിലകം അണിയിച്ചിരിക്കുന്നു. തിലക് വർമ്മയുടെ ആ ഇന്നിങ്സോട് കൂടി എന്നുള്ളൊരു 22 വയസ്സായ തിലക് വർമ്മ. ഇപ്രാവശ്യത്തെ ജയത്തിൻ്റെ പ്രത്യേകത എന്നറിയോ, നമ്മുടെ ടീമിൽ വിരാട് കോഹ്ലിയില്ല, രോഹിത് ശർമ്മയില്ല, എന്നാൽ സ്ഥിരമായിട്ട് അവാർഡ് കിട്ടുന്ന നമ്മുടെ ബൂംറ അല്ലെങ്കിൽ പാണ്ഡ്യ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് ഇവരൊന്നുമല്ല ഇന്ത്യ മുന്നോട്ട് നയിച്ചത്. കംപ്ലീറ്റ് പുതിയ പിള്ളേരായിരുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മുടെ അഭിമാനകരമായ മലയാളി താരം സഞ്ജു സാംസൺ ഉണ്ട്, അഭിഷേക് വർമ്മയുണ്ട്, പിന്നെ നമ്മുടെ തിലക് വർമ്മയുണ്ട്, പിന്നെ അഭിഷേക് സിംഗ് അല്ലേ, അഭിഷേക് എന്നല്ലേ പേര്, അഭിഷേക്, തിലക്, കുൽദീപ്, സഞ്ജു സാംസൺ ഇവരെല്ലാവരും കൂടി ഇന്ത്യയെ ജയിപ്പിച്ചതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് രസം എന്താണെന്നറിയോ, ഈ മോസിൻ നഖ്വി, അതായത് ഞാൻ ഈ കളി കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ നമുക്കൊന്ന് കാണണമല്ലോ, ഇന്ത്യ ഒരു ട്രോഫി ലിഫ്റ്റ് ചെയ്യണത് കാണാനായിട്ട്. ബട്ട് ഈ പറയുന്ന പോലെ ഈ പോസ്റ്റ് മാച്ച് സെറിമണി ശരിക്കും പറഞ്ഞാൽ ഒരു 1 hour ഡിലേഡ് ആയിട്ടാണ് തുടങ്ങിയത്. ദർ വെർ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. കമൻറ്റേറ്ററായ രവിശാസ്ത്രിയും പോലും ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള. കാരണം ഈ മോസിൻ നഖ്വി അദ്ദേഹം കാര്യം ഈ ICC നടത്തുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചീഫും പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ചീഫും പാകിസ്ഥാൻ ഇൻറ്റീരിയർ മിനിസ്റ്ററും ഇത് മൂന്നും കൂടെ ചേർന്ന് വരുന്ന പദവിയാണ് മോസിൻ നഖ്വിക്കുള്ളത്. ഇപ്പോൾ മോസിൻ നഖ്വിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രോഫി ഇന്ത്യൻ ടീമിന് കൊടുക്കേണ്ടത്. എന്നാൽ ഇന്ത്യൻ ടീം അതൊരിക്കലും ആഗ്രഹിച്ചില്ല. നമ്മുടെ BCCI നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷന് പഴയ ന്യൂസിലൻഡ് ബോളറായിട്ടുള്ള സൈമൺ ഡൂൾ തന്നെ പറഞ്ഞു ഇന്ത്യ
പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ട്രോഫി മേടിക്കാനില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള. അത് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിലും ഈ പറയുന്ന പോലെ സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുകയുണ്ടായി ഈ പറയുന്ന പോലെ എന്താ ഞങ്ങളെ സംബന്ധിച്ചെന്ന് മാത്രമല്ല ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രോഫി തരാതെ ഒരു ടീം ജയിക്കുന്നതെന്നും കൂടെ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. സോ വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും ക്രിക്കറ്റ് എവിടെ കഴിഞ്ഞു അതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലോബൽ ഹാൻഡ് ഓവർ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ ഹയർ ആയിട്ടാണ് എൻഡ് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ 0.65% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.44% അപ്പായിരുന്നു, S&P 500 0.59% അപ്പായിരുന്നു. അതായത് 2025 മാത്രം S&P 500 14% അപ്പായിരുന്നു എന്നുള്ളത്. ആ പ്രോഫിറ്റ് അപ്രീസിയേഷൻ ഉണ്ടല്ലോ അതിൻ്റെ 54% ഏർണിങ്സ് കാരണമാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് അവിടുത്തെ കമ്പനികൾ നല്ലതായിട്ട് രീതിയിൽ പ്രോഫിറ്റ് ഡെലിവറി ചെയ്തുകൊണ്ടാണ് അത് മാർക്കറ്റ് നന്നായിട്ട് കയറിയത്. അതായത് മാർക്കറ്റ് കയറിയതിൻ്റെ 54% ഏർണിങ്സിൽ കൂടെയാണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ PCE ഇൻഡെക്സ്, അതായത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ്, ആ ഒരു ഡേറ്റ വരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് എന്താണെന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ഏതാണ്ട് 2.7% അപ്പ് YOY, 0.3% മന്ത് ഓൺ മന്ത്. ഇത് സെപ്റ്റംബർ ഫിഗേഴ്സ് ആണെന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ഇതെല്ലാം എക്സ്പെക്റ്റഡ് ലൈനിലാണ് വന്നതെങ്കിലും കഴിഞ്ഞ കൊല്ലത്തിനേക്കാട്ടിലും അമേരിക്കൻസ് അവരുടെ അമേരിക്കൻ ഹൗസ് ഹോൾഡ്സ് അവരുടെ റെൻ്റൽസ്, ഗ്രോസറി, ട്രാവൽ, ഹെൽത്ത് കെയർ എന്നിങ്ങനെ മുതലായിട്ടുള്ള സർവീസസിന് അവർ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഇപ്രാവശ്യം 2.7% കൂടുതൽ സ്പെൻഡ് ചെയ്തു എന്നും മന്ത് ഓൺ മന്ത് 0.3% ഹയർ ആയിട്ട് സ്പെൻഡ് ചെയ്തു എന്നാണ് ഈ ഫിഗർ കാണിക്കുന്നത് എന്നുള്ള. US-ൻ്റെ കോർ ഇൻഫ്ലേഷൻ ഏതാണ്ട് 2.9% ആണ്. അതും ആസ് എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഡേറ്റാസൊക്കെ US-നെ സംബന്ധിച്ചോളം വളരെ പോസിറ്റീവ് ആയിരുന്നു എന്നുള്ള. അപ്പോൾ അത് കാരണം തന്നെ ബോണ്ട് ഈൽഡ് സ്റ്റഡി ആയിട്ട് തന്നെ ഏതാണ്ട് 10-year US ട്രഷറി ബോണ്ട് ഈൽഡ് 4.17% ആയിരുന്നു എന്നുള്ള. പിന്നെ ക്രൂഡാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസത്തെ ഏറ്റവും വലിയ താരം അല്ലെങ്കിൽ ഗ്ലോബൽ ന്യൂസ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ യുക്രൈൻ ഈസ് ഇൻറ്റൻസിഫൈങ് അറ്റാക്ക് ഓൺ റഷ്യൻ ക്രൂഡ് എന്നല്ല, റഷ്യൻ ക്രൂഡ് റിഫൈനറീസിൽ അറ്റാക്ക് ചെയ്ത കാരണം റഷ്യയുടെ എക്സ്പോർട്ട് ചെറുതായിട്ടൊന്ന് ഡിസ്റപ്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രൂഡാണ് ജസ്റ്റ് ഒരു താരം, ക്രൂഡ് ആസ് ക്ലൈംഡ് അപ്പ് എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹാൻഡ് ഓവറിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെനസ്ഡേ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഈ ഒരു ന്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതായത് ഒക്ടോബർ 1 US ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷട്ട് ഡൗൺ അലേർട്ട് ഉണ്ടല്ലോ, അത് ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു നമ്മൾ വ്യാഴാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അതായത് 5-6 ദിവസം മുമ്പേ ഷട്ട് ഡൗൺ വരുന്നതിന് 5-6 ദിവസം മുമ്പേ ഒരു ഷട്ട് ഡൗൺ അലേർട്ട് US കൊടുത്തതായിട്ട് നമ്മൾ വെനസ്ഡേ റിപ്പോർട്ട് ചെയ്തു. ഷട്ട് ഡൗണിലേക്ക് ഒക്ടോബർ 1 മുതൽ US വരാനുള്ള സാധ്യത ഹയർ ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും നെഗോസിയേഷൻ നടക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഷട്ട് ഡൗൺ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ US-ൽ സാധാരണ അവരുടെ ഫിസിക്കൽ ഇയർ നമ്മുടെ ഈ പറഞ്ഞ പോലെ April 1 മുതൽ തുടങ്ങുന്നില്ലേ, അതേപോലെ അവർക്ക് തുടങ്ങുന്നത് October 1 മുതൽ September 30 വരെയാണ് അവരുടെ ഫിസിക്കൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അതിന് മുമ്പായിട്ട് ഈ മേജർ സ്പെൻഡിങ് ഒക്കെ ഉണ്ടല്ലോ, US ഗവൺമെൻറ്റിൻ്റെ പല സ്പെൻഡിങ്ങും കോൺഗ്രസ് അപ്രൂവ് ചെയ്യണം. ഈ കോൺഗ്രസ് അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഈ കാര്യം അപ്ലൈ ആയിട്ട് വരും. അതായത് ഷട്ട് ഡൗൺ, ആ ഷട്ട് ഡൗണിലേക്ക് US വരും എന്നുള്ള, US എക്കണോമി വരും എന്നുള്ള. ഷട്ട് ഡൗൺ വരികയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മേജർ ആയിട്ടുള്ള സ്പെൻഡിങ്ങുകളൊക്കെ ഈ പറയുന്ന പോലെ എന്താ പറയുക, മേജർ സ്പെൻഡിങ്ങിൽ തന്നെ ഈ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സ്പെൻഡിങ് ഉണ്ടല്ലോ. ഇപ്പോൾ ആവശ്യമുള്ള സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ ബോർഡർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ, മിലിറ്ററിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോൾ, കാര്യം ഫ്ലൈറ്റ്സ് ഒക്കെ റൺ ചെയ്യണമല്ലോ, അത് മാത്രമൊക്കെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടക്കുള്ളൂ. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അവിടെ ഒരുപാട് നാഷണൽ പാർക്സ് ഉണ്ട്, മ്യൂസിയം ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യില്ല. അതുമാത്രമല്ല hundreds of thousands of വർക്കേഴ്സ് അൺപെയ്ഡ് ആവും എന്നുള്ള കൂടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2018-ലും 2019-ലും പാർഷ്യൽ ഷട്ട് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പേ 1981 ശേഷം 14 പ്രാവശ്യം ഷട്ട് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഇത് നടക്കുകയാണെങ്കിൽ 15ാമത്തെ ആയിരിക്കും. ഇതൊരു മേജർ ഇമ്പാക്റ്റ് ഒന്നും കാര്യം ഈ US മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ അതൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാര്യം ട്രംപ് എങ്ങനെയാണ് കോൺഗ്രസ്സിലെ മറ്റുള്ളവരായിട്ട് ചേർന്ന് ഇതിലൊരു കൺസെൻസസ് കൊണ്ടുവന്ന് ഈ ബില്ല് ഓക്കെ ആക്കുന്നത്, ഈ ലാസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ അത് നടക്കുമോ എന്നുള്ളതാണ് ഗ്ലോബൽ എക്കണോമി കംപ്ലീറ്റ് നോക്കുന്നതെന്നല്ല. ഈ October 1 മുതൽ ചൈനയിൽ ഗോൾഡൻ വീക്ക് സ്റ്റാർട്ട് ചെയ്യണം. ചൈനയിൽ ഗോൾഡൻ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിൽ സാധാരണ October 1 മുതൽ 8 വരെ മിക്ക ഓഫീസുകളും
ഫാക്ടറീസും ഒക്കെ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളും ക്ലോസ്ഡ് ആയിരിക്കും. 2 കൊല്ലത്തിൽ ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യം മേജർ ഹോളിഡേയ്സ് അവിടുത്തെ ലേബർ ഫോഴ്സിന് കിട്ടും എന്നുള്ളത്. അതിലൊന്നാണ് ഈ പറയുന്ന പോലെ ഗോൾഡൻ വീക്ക് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ വീക്ക് സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഓൺഷോർ ട്രേഡിംഗ് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ തന്നെ ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നുള്ള അടുത്ത ഒരാഴ്ച കിട്ടാമെന്നുള്ള ഇൻഫർമേഷൻസ് വളരെ വിരളമാണെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ചൈന മിക്കവാറും ഒരു ആഴ്ചത്തേക്ക് ആബ്സെൻ്റ് ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം. ഇതൊരു ക്വയറ്റ് പീരീഡ് ആയിരിക്കും ചൈനയിൽ നിന്നുള്ള. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഈ ആഴ്ച വളരെ രസകരമായിട്ട് വരുന്ന ഒരു കാര്യം വെച്ചാൽ ഇറ്റ് ഈസ് റെയിനിങ് IPOs കൊണ്ട് നിൽക്കാൻ വയ്യ എന്നുള്ളത്. അതായത് 22 IPO ഓപ്പണിങ്സും 21 IPO ലിസ്റ്റിങ്സുമാണ് ഈ ആഴ്ച നടക്കാൻ പോണെന്നുള്ള. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് RBIയുടെ 6 മെമ്പർ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. അത് ഏതാണ്ട് സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെയാണ്. മിക്കവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റസ് കോ ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇല്ല എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പലയിടത്തും നമ്മൾ നോക്കുമ്പോൾ പല പോൾസ് നടക്കുന്നുണ്ട്. ഒരു സർവേ ഒക്കെ നടക്കുമ്പോൾ അതിനകത്ത് 10 എക്കണോമിസ്റ്റുകളുടെ നോക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും റേറ്റ് കട്ട് ഇല്ല, സ്റ്റേറ്റസ് കോ എന്നുള്ള രീതിയിലാണ്. എക്സെപ്റ്റ് അതിപ്പോൾ നമ്മൾ ബാങ്കിങ് സൈഡിൽ നോക്കുകയാണെങ്കിൽ SBIയുടെ ഈ എക്കണോമിക് ഡിവിഷൻ പറയുന്നത് 25 ബേസിസ് പോയിന്റ്സ് കട്ട് വരും എന്നാണ് ബാങ്കിങ് സൈഡിൽ. സ്റ്റോക്ക് മാർക്കറ്റ് സൈഡിലാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ബ്രോക്കർ ഉണ്ട് MK ഗ്ലോബൽ, EMKY, അവരും എക്സ്പെക്ട് ചെയ്യുന്നത് 25 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു കട്ട് വരുന്നതാണ്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും സ്റ്റേറ്റസ് കോ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യണേ എന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഡൗൺവേർഡ് ബയസിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ്. മേജർ സപ്പോർട്ട് 24,500 24,350 ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, മീനിങ് ഫുൾ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ. അത് മാത്രമല്ല അവിടുന്ന് ചെറിയൊരു ബൗൺസ് ബാക്ക് റാലി വരുമ്പോൾ അത് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ പെക്യൂലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിസ്റ്റമാണ്. നമ്മളെപ്പോലെ നമുക്കൊന്നും നമുക്ക് നല്ല ലോകത്ത് ആർക്കും അത് പ്രെഡിക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നാണ്. അതായത് സെപ്റ്റംബർ 18 അതായത് ഈ മാസം സെപ്റ്റംബർ 18 ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ് അതായത് ഇന്ത്യ വിക്സ് സാധാരണ അതിനെ പറയുന്നത് ഫിയർ ഗേജ് എന്നാണ്. അതിനെ വച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാവോ ഇല്ലേ. ലോവർ ഫിഗർ എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റി കുറവും, ഹയർ ഫിഗർ എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റി ഹൈയുമാണ്. ഈ സെപ്റ്റംബർ 18 9.89 എന്ന ലെവലിലായിരുന്നു ഇന്ത്യ വിക്സ്. അതിൻ്റെ അർത്ഥം ഇന്ത്യ വിക്സ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ അധികം വോളറ്റിലിറ്റി ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ സെപ്റ്റംബർ 18 ശേഷം ഇന്നേ വരെ നമ്മൾ 10-11 ദിവസം ഒന്ന് നോക്കൂ, ഹോളിഡേയ്സ് മാറ്റി വെച്ചാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 കൺസിക്യൂട്ടീവ് സെഷൻസിനാണ് ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആയത്. നിഫ്റ്റി 24,655 വരെ വന്നു എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല കഴിഞ്ഞ വീക്കിൽ മാത്രം 15,000 കോടിയുടെ FII സെല്ലിംഗ് നടന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിഫ്റ്റി 2.6% ഡൗൺ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നാൽ വോളറ്റിലിറ്റി ഇൻഡെക്സ് നമ്മളോട് പറഞ്ഞത് എന്താ? 9.89 ഉള്ളൂ, അധികം വോളറ്റിലിറ്റി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. മാർക്കറ്റ് വീണതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിക്സ് 15% കയറി 11.35 ആയത്. വീണതിന് മുമ്പല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മാർക്കറ്റിൽ ഇത്രയും ഒതൻറ്റിക് ആയിട്ടുള്ള ഡേറ്റയാണ് ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ്. ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ആരാണ് കൊണ്ടുവരുന്നത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി ഓപ്ഷൻസിൻ്റെ ഓർഡർ ബുക്കിൽ നിന്ന് എടുക്കുന്ന ഒരു ഡേറ്റയാണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യ വിക്സ്. ആ ഇന്ത്യ വിക്സിന് പോലും ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന് രസകരമായിട്ടുള്ള കാര്യം. ബട്ട് ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് മാർക്കറ്റ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിടത്തും എഴുതി വെച്ചിട്ടില്ലല്ലോ ഇന്ത്യ വിക്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് മാത്രമേ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകില്ല എന്നൊന്നും നമുക്ക് പറഞ്ഞില്ലല്ലോ. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് അതാണ് എന്നുള്ളതാണ്. അതിനി ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ ആരെങ്കിലും ഇപ്പോൾ ഇന്ത്യ വിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആരെങ്കിലും മാർക്കറ്റിനെ ഫോർകാസ്റ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവനൊരു ഫൂളാണ്, അല്ലെങ്കിൽ അവനൊരു കള്ളനാണ്, അല്ലെങ്കിൽ അവൻ ലക്കിയാണ്. അത് ഞാനാണെങ്കിൽ പോലും ജാസ്മിൻ ആണെങ്കിൽ പോലും ആരാണെങ്കിലും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ലോകത്ത് എല്ലാവർക്കും കറക്റ്റായിട്ട് മാർക്കറ്റ് കിട്ടാത്തത്. എന്തുകൊണ്ടാണ് ലോകത്തിലെ എല്ലാവരും ലോങ് ടേം ഇൻവെസ്റ്റർ ആയിട്ട് മാറണമെന്നറിയോ? ഷോർട്ട് ടേമിൽ നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ലോങ് ടേമിൽ നല്ലൊരു വിഭാഗം ആൾക്കാരും കറക്റ്റായി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഞാനിപ്പോൾ നമ്മുടെ തന്നെ ഇപ്പോൾ ഫാർമയുടെ നമ്മളൊരു വീഡിയോ അതായത് ഓപ്പണിംഗ് ഹവേഴ്സിൽ ഫാർമയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ വെള്ളിയാഴ്ച ഇട്ടു. ഞാൻ അതിലേക്കാണ് വരുന്നത്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കമൻറ്റുകളിലേക്കാണ് ഞാനത് വരുന്നത് എന്നുള്ളത്. അതായത് ഈ വാറൻ ബഫേയിൽ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫയുടെ ഒരു ഗുരു ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബെഞ്ചമിൻ ഗ്രഹാം എന്നാണ്.
ആ ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ഒരു ബുക്ക് ഞാൻ ആക്ച്വലി ഇന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാണ്. ഇന്നലെ രാത്രി കളിയൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ താമസിച്ചു. ഇപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നില്ല. ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്നൊരു ബുക്കുണ്ട് എൻ്റെ കയ്യിലുണ്ട്. ആ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന ബുക്കിൽ ബെഞ്ചമിൻ ഗ്രഹാം, ആര്, ദ ഗുരു ഓഫ് വാറൻ ബഫേ, അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 204, 207 ആണെന്ന് തോന്നുന്നു. അതായത് ഈ പല എഡിഷൻസ് വരുമല്ലോ, അതുകൊണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. 205 ആയിരിക്കണം ആ പേജ് എന്നാണ് എൻ്റെ വിശ്വാസം. 204, 207 ഇൻവെസ്റ്റർ ആൻഡ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ 8 എന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വാചകങ്ങളുണ്ട്. അതിനകത്ത് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് മിസ്റ്റർ മാർക്കറ്റ് ഇസ് എ ഹൈപ്പോത്തറ്റിക്കൽ ബിസിനസ് പാർട്ണർ. ഹൈപ്പോത്തറ്റിക്കൽ ബിസിനസ് പാർട്ണർ പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസിനസ് പാർട്ണർ ആണെന്ന് സങ്കല്പിക്കുക. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ബിസിനസ് പാർട്ണർ ഹൂ ഷോസ് അപ്പ് എവറി ഡേ. എല്ലാ ദിവസവും ഈ ഹൈപ്പോത്തറ്റിക്കൽ ബിസിനസ് പാർട്ണർ വരും. എന്നിട്ട് അദ്ദേഹത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഷെയർ മേടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഷെയർ സെല് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഓരോ ദിവസം രാവിലെ ആകുമ്പോൾ വരുന്നത്, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നില്ലെങ്കിൽ മേടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സെല് ചെയ്ത് തരാനാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ആ ബുക്ക് പറയണമെന്നറിയോ, മാർക്കറ്റ് ഇസ് എ മാനിക് ആൻഡ് പ്രോൺ ടു ഇറാഷണൽ മൂഡ് സ്വിങ്. വളരെ മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓൺ സം ഡേ, ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഭയങ്കര യുഫോറിക് ആയിരിക്കും. അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വളരെ ഹൈ പ്രൈസ് ഇട്ടിട്ടായിരിക്കും നമ്മുടെ ഇന്ന് സ്റ്റോക്ക് മേടിക്കുന്നത്. വളരെ ഹൈ പ്രൈസ് ഇട്ടിട്ട് നമ്മുടെ ഇന്ന് സ്റ്റോക്ക് മേടിച്ചുകൊണ്ട് പോകും മാർക്കറ്റ് ചില ദിവസങ്ങളിൽ. അന്ന് അദ്ദേഹം വളരെ സന്തോഷവാനാണ്. വലിയ പൈസ തന്ന് നമ്മുടെ ഇന്ന് എടുത്തുകൊണ്ട് പോകും, മേടിച്ചുകൊണ്ട് പോകും. ചില ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ചില ദിവസം നമുക്ക് ഈ പറയുന്ന പോലെ നേരെ തിരിച്ച് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചില ദിവസം വളരെ ഹാപ്പി, ചില ദിവസം വളരെ ഡിപ്രസ്ഡ്. അപ്പോൾ ആരാണ് ഇപ്പോൾ മാർക്കറ്റ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസം, നമ്മുടെ ഇന്ന് ഹയർ പ്രൈസ് ഇട്ട് മേടിക്കാൻ പറ്റുന്ന ദിവസം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. എന്നാൽ പാനിക് ആവുന്ന ദിവസമാണെങ്കിലുണ്ടോ, പാനിക് ആവുന്ന ദിവസമാണെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ള. അപ്പോൾ മാർക്കറ്റിൽ അതുകൊണ്ടാണ് ഈ പറയുന്നത്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വാറൻ ബഫേ തന്നെ, ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ഓർ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ എന്നുള്ള. അപ്പോൾ ഈ ബാഡ് ഡേയ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ബൈയിങ്ങിനും ഗുഡ് ഡേയ്സ് ആർ ഫോർ സെല്ലിങ്ങും എന്നുള്ളതാണ് വളരെ ഷോർട്ടായിട്ട് നമുക്ക് അതിനകത്ത് പറയേണ്ടത്. അതായത് മാർക്കറ്റ് നമ്മളെ ടെംപ്റ്റ് ചെയ്യിക്കും പല രീതിയിലും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മേടിച്ച് പോണ ദിവസം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. എന്നാൽ നമ്മളെ പേടിപ്പിക്കുന്ന ദിവസം നമ്മൾ ലോസിൽ സെല്ല് ചെയ്ത് നമ്മൾ നഷ്ടം ഉണ്ടാക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ലോങ് ടേം ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്നാൽ ജനങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫാർമ സ്റ്റോക്സ് വെള്ളിയാഴ്ച വീണു അല്ലേ? ഫാർമ സ്റ്റോക്സ് വെള്ളിയാഴ്ച വീണപ്പോൾ നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്ത്? നമ്മൾ പറഞ്ഞു ഫാർമ ബിസിനസ്സിന് കുഴപ്പമില്ല, ഫാർമ സ്റ്റോക്ക് നമ്മുടെ കയ്യിലായിരിക്കുന്നു. ഫാർമ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്, അതിൻ്റെ എക്സാക്ട് സ്റ്റേറ്റസ് എന്താണെന്ന് പറഞ്ഞു. എന്നാൽ മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു സൂരജ് നായരും ജാസ്മിനും വിചാരിച്ചാൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ ആരായി ജാസ്മിൻ എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ സംബന്ധിച്ച് വളരെ എന്താ പറയുക ഇംപേഷ്യൻ്റ് ആയിട്ട് ഇതിനെ കാണരുത് എന്നുള്ള ചെറിയൊരു സജഷനാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം മാർക്കറ്റ് താഴെ പോകുമ്പോൾ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് പോകുമ്പോൾ പിന്നെ നമ്മൾ പറയും ഇനി എല്ലാം താഴെ പോകും, ഇനി 20,000, 10,000, 18,000, 19,000 പോവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പോവാം. പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് വെച്ച് നമുക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഇല്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ളത്. ഇപ്പം നമ്മൾ മെഗലൻ ഫണ്ട് എന്ന് പറഞ്ഞ് വലിയ മ്യൂച്വൽ ഫണ്ട്, ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന പീറ്റർ ലിഞ്ച് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു പറയുന്നില്ല, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് 50% താഴെ പോവും എന്നുള്ള വിശ്വാസത്തിൽ വേണം മാർക്കറ്റിൽ വരാൻ. അത് അല്ലാത്തവർ മാർക്കറ്റിലേക്ക് വരിക ചെയ്യരുത്. കാര്യം മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത കാര്യം. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ കോവിഡിന് ശേഷം വരുന്ന പല ഇൻവെസ്റ്ററിൻ്റെ സംസാരം കേട്ടാത്തൊന്നും കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിലിരുന്ന സ്റ്റോക്സ് എത്ര % താഴെ പോയി എന്ന് വിചാരിച്ചിട്ടാ അതോടുകൂടി ലോകം അവസാനിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ എത്ര അപ്രിസിയേഷനാണ് നമുക്ക് കിട്ടിയെന്നുള്ള. അപ്പോൾ മാർക്കറ്റിലേക്ക് നമ്മൾ എന്താ വിചാരിച്ചത്? നമ്മൾ 10,000 രൂപയും കൊണ്ട് മാർക്കറ്റിൽ വന്നാൽ നെക്സ്റ്റ് ഡേ 12,000 ആയി, അതിൻ്റെ അടുത്ത ദിവസം 14,000 ആയി, 15,000 ആയി, 16,000 ആയി. ഇത് ഇങ്ങനെ തന്നെ മുകളിലേക്ക് പോകുന്നു വിചാരിച്ചിട്ടാണോ മാർക്കറ്റിലേക്ക് വരുന്നത്? ഏതെങ്കിലും ദിവസം മാർക്കറ്റ് കറക്റ്റ് ചെയ്യില്ലേ? എന്തെല്ലാം രീതിയിൽ കറക്റ്റ് ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇത് കറക്റ്റ് ചെയ്ത് പോകും. ഇത് വിശ്വസിക്കാത്തവർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റാണ് നിങ്ങളുടെ ഇന്ന് പൈസ കളയുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാനും ജാസ്മിനും പറയുന്നത് എല്ലാം സത്യമാണ്, അതുപോലെ തന്നെ നടക്കും. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിനെ പൊക്കി നിർത്താൻ പറ്റും. മാർക്കറ്റ് എല്ലാ ദിവസവും മുകളിലേക്ക് പോവുമെങ്കിൽ ലോകത്താരെങ്കിലും പോയി ബാങ്കിൽ FD പൈസ ഇടും. അവരെല്ലാവരും മാർക്കറ്റിൻ്റെ പുറകിലല്ലേ വരുള്ളൂ. എന്തുകൊണ്ടാണ് എല്ലാവരും മാർക്കറ്റിൽ വരാത്തത്?
അതെന്താണെന്ന് വെച്ചാൽ ഈ റിസ്ക്കും ഈ വോളറ്റിലിറ്റിയും ഹാൻഡിൽ ചെയ്യാനുള്ള മനസ്സും ശക്തിയും നിങ്ങൾക്കുണ്ടോ എന്നുള്ള അത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റായിട്ട് കറക്റ്റായിട്ട് മാർക്കറ്റ് എന്താണെന്നും ലോങ്ങർ ടേമിൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നും മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മാർക്കറ്റ്. അവിടെ നിങ്ങൾക്കത് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ്സം ആയിട്ടുള്ള റിട്ടേൺ വേറെ ഏത് അസറ്റ് ക്ലാസ്സിനേക്കാളും കൂടുതൽ കിട്ടും എന്നാണ് മാർക്കറ്റിനെ പഠിപ്പിച്ചു തരുന്നതല്ല. അപ്പം മാർക്കറ്റ് വളരെ എന്താ പറയുക വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിനകത്ത് നിൽക്കാനും അതിൻ്റെ സ്വഭാവവും പഠിച്ചത്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കിയല്ലേ നമ്മൾ പെരുമാറേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലം എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ നമ്മൾ പോകേണ്ടത്. ഒരു സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറണം, ഒരു സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറണം, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് എല്ലാവരും പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോഴും അതേപോലെ വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഏത് സാധനത്തിനാണ് ഇത്രയും എന്താ പറയുക ഗ്യാരണ്ടി ഉള്ളത്? ഏതാ നമ്മുടെ ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റോ? ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ജാസ്മിൻ നമ്മൾ 1 കോടി ഇട്ടാലും 100 കോടി ഇട്ടാലും നമ്മുടെ 5 ലക്ഷത്തിന് മാത്രമേ അതിനകത്ത് ഇൻഷുറൻസ് ഉള്ളൂ. ഈ 5 ലക്ഷമേ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യത്തിനും ഗ്യാരണ്ടി ആയിട്ടില്ല. ഇന്ത്യയിൽ പിന്നെ ബാങ്കുകൾ പൊട്ടാത്തത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ശരിക്കും നമ്മൾ എത്ര കോടി പൈസ ഇട്ടാലും 5 ലക്ഷത്തിന് മാത്രമേ നമുക്ക് അതിനകത്ത് ഗ്യാരണ്ടി ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാങ്ക് FD എന്ന് പറയുന്നത് എന്താ വളരെ സേഫ് ആയിട്ടുള്ള സാധനമാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റഡി ഇൻട്രസ്റ്റ് റേറ്റ് ആണോ? അതായത് നമുക്ക് 7% കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ 7% കിട്ടുന്നതാണോ? RBI വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് 50 ബേസിസ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 7% ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 6.5 ആയി. ഓരോ ഉറപ്പില്ലാത്ത കാര്യം, ഒരു കാര്യത്തിനും ഉറപ്പില്ല. ഏതാണ് ലോകത്ത് കറക്റ്റായിട്ട് കിട്ടുന്നത്? ആ ബാങ്ക് FDക്ക് പോലും ഈ പറഞ്ഞ പോലെ വേണ്ട രീതിയിൽ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബാങ്ക് FDയിൽ ഇടുന്നവർക്ക് 50 ബേസിസ് പോയിന്റ്സ് കഴിഞ്ഞാൽ എത്ര രൂപയുടെ നഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. ആ മാർക്കറ്റ് അത് മനസ്സിലാക്കിയിട്ടേ നമ്മൾ വരാൻ പാടുള്ളൂ എന്നുള്ള. ഇപ്പം നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ഫാർമയെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്താ? വെള്ളിയാഴ്ച ഇന്ത്യൻ ടൈം വെളുപ്പിനാണ് ഈ ഫാർമ ടാരിഫ് വരുന്നത്. ഓക്കെ, നമ്മൾ രാവിലെ ഇരുന്ന് വെളുപ്പാങ്കാലത്ത് എത്രയോ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ 9:30 ഈ ഓപ്പണിംഗ് അവേഴ്സിൽ കയറി നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഫാർമ ബിസിനസ്സുകൾക്ക്, ഫാർമ സ്റ്റോക്കിനല്ല, ഫാർമ ബിസിനസ്സുകൾക്ക്, ഇന്ത്യയിലെ ഫാർമ ബിസിനസ്സുകൾക്ക് ഈ ടാരിഫ് കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഇല്ല. കാര്യം നമ്മുടെ 99.9% ജനറിക് ബിസിനസ്സാണ്. ആ പാടെ ബ്രാൻഡഡ് പേറ്റന്റുമായിട്ടുള്ള ഡ്രഗിനാണ് ഈ വച്ചിരിക്കുന്നത്. അത് ആ പടം സൺ ഫാർമ പോലത്തെ കമ്പനിക്ക് ചെറിയൊരു പെർസെൻറ്റേജേ ഉള്ളൂ എന്നുള്ള. എന്നാൽ മേജർ ആയിട്ടുള്ള ഒരു ഫാർമ കമ്പനിക്കും ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനീസിനും പറ്റില്ല എന്ന് നമ്മൾ എന്നാണ് പറഞ്ഞത്? വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന് പറഞ്ഞത്. ഈ ഇൻഫർമേഷൻ വന്നത് ശനിയാഴ്ച രാവിലെയാണ് എക്കണോമിക് ടൈംസിൽ. നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞ സാധനം എക്കണോമിക് ടൈംസിൽ വന്നത് ശനിയാഴ്ച രാവിലെ. ആ ശനിയാഴ്ച രാവിലെ ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ പത്രത്തിൽ ഇത് രണ്ടിലും ഒരു പറയണതെന്നറിയോ? ഇന്ത്യൻ ഫാർമ കമ്പനീസിന്, ബിസിനസ്സിനെ ഈ ടാരിഫ് അഫക്റ്റ് ചെയ്യില്ല. ആരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞങ്ങളും ഇത് മാത്രമേ ചെയ്തുള്ളൂ 24 hours മുന്നേ. അതായത് വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളുടെ ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് ചെറിയ ആൾക്കാരായ ജാസ്മിനും ഞാനും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞത് ഫാർമയ്ക്ക് ബിസിനസ്സുകൾക്ക് അഫക്റ്റ് ചെയ്യില്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അറിയില്ല. ഇപ്പൊ നമ്മളെ കുറിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരുന്നു സന്തോഷം എന്നുള്ളതാ. അപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി മാത്രമേ വരാവൂ. നമ്മൾ ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഇതൊന്നും ട്രസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ മാർക്കറ്റിലേക്ക് വരരുതെന്നാണ്. അപ്പം മാർക്കറ്റിൽ വിശ്വാസമില്ലാത്തവർ മാർക്കറ്റിലേക്ക് വരാതിരിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇത് കംപ്ലൈൻറ്റ് പറയുക എന്ന് പറയുന്നത് അത് രസകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് എന്താ ചെയ്യണേ? നമ്മൾ ഇതിനകത്ത് മാർക്കറ്റിൽ അതിൻ്റെ ഓപ്റ്റിമിസം, ഇപ്പം വെള്ളിയാഴ്ച നമ്മളിത് പറഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാം. ഞാൻ ഫാർമയിൽ നോക്കുമ്പോൾ ഫാർമ സ്റ്റോക്സ് താഴെ വരുന്നു എന്ന റീസൺ ഇല്ല. കാര്യം ഇന്ത്യൻ ഫാർമ കമ്പനീസിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അത് മേടിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഞാൻ നോക്കണോ, അതോ ഞാൻ സിസ്റ്റത്തിനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കണോ? അപ്പോൾ മാർക്കറ്റിൽ ഇതേപോലെ മോശം ദിവസങ്ങൾ ബൈ ചെയ്യാനുള്ളതാണ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. പിന്നെ നമ്മൾ കേട്ട ഒരു കാര്യം എന്നറിയോ? അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തിപരമായിട്ട് പറയില്ല, ഞാൻ മനസ്സിലാക്കാം, ഞാനത് വളരെ രസകരമായിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ടുമാണ് ഞാനത് കാണുന്നത്. ഒരു കാര്യമാണില്ല, ഇവർ രാവിലെ വന്ന് പോസിറ്റീവായിട്ട് എല്ലാ കാര്യം പറയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഡോക്ടർ TV-യിൽ വന്നിട്ട് പറയാണ് ബൈപ്പാസ് സർജറിക്ക് റിസ്ക് ഉണ്ട്, പക്ഷെ നിങ്ങൾ ആര് സർജറി ചെയ്താൽ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുമോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അവരെന്താ പറയേണ്ടത്? അതിൻ്റെ 2 വശവും പറയുക എന്നുള്ളതാണ് അല്ലേ. ബൈപ്പാസ് സർജറി നല്ലതാണ്, നിങ്ങൾ അങ്ങനെ അസുഖം വച്ചുകൊണ്ടിരിക്കരുത്, പോയി ട്രീറ്റ് ചെയ്ത് ബൈപ്പാസ് ആണെങ്കിൽ ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നല്ലേ പറയണത്. അല്ലാണ്ട് എന്താ പറയണത്? നിങ്ങൾ TV പ്രോഗ്രാം കാണുക ചെയ്യരുത്, കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ടെംപ്റ്റഡ് ആയിപ്പോൾ നിങ്ങൾ ബൈപ്പാസ് ചെയ്ത് നിങ്ങൾ നന്നാവും, അതുകൊണ്ട് ചെയ്യരുതെന്നാണോ പറയേണ്ടത്?
അല്ലെങ്കിൽ നമ്മൾ എന്താ ഈ 9 തൊട്ട് 10 വരെ നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ വന്ന് നിന്നിട്ട് പറയണം മാർക്കറ്റ് എന്ന് പറയുന്നത് കൊള്ളൂല, മാർക്കറ്റിൽ വിശ്വസിക്കേണ്ട, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് 9:35 ആകുമ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പോകണം എന്നാണ് പറയുന്നത്. അതിനകത്ത് ചുരുക്കം ചില പ്രേക്ഷകരേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കൂടുതലായിട്ട് പറയുന്നത് ടൂ മച്ച് ഓഫ് നെഗറ്റിവിറ്റി നിലനിൽക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവറിന്റെ സെഷനിൽ ഉണ്ടാകുന്ന പല കമന്റ്സും അല്ലെങ്കിൽ പല തരത്തിലുള്ള അനാലിസിസും ഭയങ്കര ഹാപ്പി ആക്കുന്നു എന്ന് പറയുന്ന ഞാൻ ആക്ച്വലി ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ സർക്കാസ്റ്റിക് ആയിട്ടോ പറഞ്ഞല്ല, ഞാൻ അവരെ മനസ്സിലാക്കിക്കാൻ അങ്ങനത്തെ വ്യൂവേഴ്സിന് മനസ്സിലാക്കി. ഞാനിപ്പോ മാർക്കറ്റിൽ ഞാനിപ്പോ 2000 മുതൽ 2001 മുതൽ മാർക്കറ്റിലുണ്ട്. അപ്പൊ എത്ര കൊല്ലമായി ഞാൻ മാർക്കറ്റിൽ ഉണ്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പം ഏതാണ്ട് ഒരു ചെറിയ ടോട്ടൽ പീക്കിൽ നിന്നും 8 or 7% 8% ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആയത്. ലാസ്റ്റ് 4-5 കൊല്ലം എന്തോരം വെൽത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ 2024 മുതലേ കറക്ഷൻ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഞാൻ 25 കൊല്ലത്തിൽ കൂടുതലായി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ജാനുവരി 2008, എസ്പെഷ്യലി പറയണത് ജാനുവരി 8, 10, 2008 ശ്രദ്ധിച്ച് കേൾക്കണം. 2008 നിഫ്റ്റിയുടെ ലെവൽ എത്രയായിരുന്നു അറിയോ? 6350. ഈ 6350 നിന്ന് 2009 മാർച്ച് ഒരു കൊല്ലം ആയപ്പോൾ നിഫ്റ്റി എത്രയെന്നറിയോ? 6350 നിന്ന് 2535. 2535 അതായത് 60% ഫോളാണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് 2008 മുതൽ 2009 വരെ. എന്നിട്ട് 2010 നവംബർ എത്തിയപ്പോഴാണ് തിരിച്ച് 6300 വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2008 നിന്ന് കറക്റ്റ് ചെയ്ത് 60% വീണിട്ട് പിന്നെ 2010 ശരിക്കും ആ ലെവലിലേക്ക് വരുന്നതെന്നുള്ള. ഇനി 2011 മുതൽ 2013 നോക്കുകയാണെങ്കിൽ 6300 നിന്ന് വീണ്ടും 4800 താന്നു എന്നാണ്. 4800-നും 6300-നും ഇടയ്ക്ക് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് ഇലക്ഷന് മുമ്പേ മെയ് 2014 ഇലക്ഷന് മുമ്പേ 6500 ആയിരുന്നു നിഫ്റ്റി. അതായത് ജാനുവരി 2008 മുതൽ 2014 മാർച്ച് വരെ എത്ര കൊല്ലമാണത്? 6 കൊല്ലം നിഫ്റ്റി ഒരിടത്തും പോയിട്ടില്ല. ആരാണെന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്? ഇന്നത്തെ ഒപ്പോസിഷൻ. നിങ്ങൾ ഈ പൊളിറ്റിക്കലി ഇത് പറയുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് എന്ത് ചെയ്യണമായിരുന്നു? ഗവൺമെന്റിനെ കുറ്റം പറയണമായിരുന്നോ? അന്ന് എന്താ സംഭവിച്ചതെന്നറിയോ നിങ്ങൾക്ക്? ജാസ്മിൻ അറിയോ? ഒക്ടോബർ 2008 ബോംബെയിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറും അയാളുടെ ഫാമിലിയും സൂയിസൈഡ് ചെയ്തു. അയാളുടെ പേരെന്താണെന്നറിയോ? AK നായർ. ഒക്ടോബർ 2008 അഹമ്മദാബാദിൽ ഷാ, എനിക്ക് തോന്നുന്നു ദിനേശ് ഷാ എന്നാണ് അദ്ദേഹത്തിന് പേര്, അദ്ദേഹവും സൂയിസൈഡ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജാനുവരി 2009 എനിക്ക് തോന്നുന്നു ഒരു 41 year old ഒരു ഗൗരവ് മോദി എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു. ഒക്ടോബർ 2008 ഒരു ലേഡി, കഷ്ടകരമായിട്ടുള്ള സീൻ എന്തെന്നറിയോ? അവർ സൂയിസൈഡ് ചെയ്തിട്ട് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചാൽ ഭർത്താവിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് കാശ് പോയി. എന്നിട്ട് അവർ സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ ഗോൾഡ് വിറ്റിട്ട് കടം കംപ്ലീറ്റ് തീർക്കണം. ഇതൊക്കെയാണ് അന്ന് 2008-ലും 2009-ലും 2010 കാലഘട്ടത്തിൽ നടന്നത്. മാർക്കറ്റ് 60% താഴെ പോയി. 6 കൊല്ലത്തേക്ക് മാർക്കറ്റ് അനങ്ങിയില്ല. ഞങ്ങൾ എന്താ എഴുതിയിരുന്നത്? അന്നത്തെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞോ? ഞങ്ങൾ കൺവിക്ഷൻ കളഞ്ഞോ? ഇതൊന്നുമില്ല. അതൊക്കെ ടൈഡ് ഓവർ ചെയ്താണ് ഞങ്ങൾ വന്നതെന്നുള്ളത്. ഇവിടെ ഒരു കൊല്ലത്തിൽ വെറുതെ ഒരു 7% താഴെ പോയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ പൊളിറ്റിക്കൽ ആംഗിളിൽ കൂടി ഇത് കാണുകയും കൂടെ ചെയ്തു. നിങ്ങൾ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്കും കൂടെ ആഗ്രഹം ഉണ്ടെന്നുള്ള. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിനെ വിശ്വസിക്കണം. നമ്മൾ സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പലപ്പോഴായിട്ട് പറയേണ്ടത് റിസ്ക് ക്യാപിറ്റൽ മാത്രമേ കൊണ്ടുവരാവൂ. നിങ്ങൾക്ക് 3 കൊല്ലത്തേക്കോ മിനിമം 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ മാത്രമേ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാവൂ. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തീർച്ചയായിട്ടും ഒരുപാട് വോളറ്റിലിറ്റിയും ഫ്ലക്ച്വേഷൻസും ഉണ്ടാവും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് വരേണ്ടത്. അതിനുകൊണ്ടാണ് നമ്മൾ റിസ്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ആലോചിച്ചാൽ തന്നെ അങ്ങനെ ഒരു പൈസ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമ്മൾ ഇതിനെ പൊളിറ്റിക്കലായിട്ട് കണ്ടിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ മാർക്കറ്റിനെയും സിസ്റ്റത്തിനെയും ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയും കുറ്റം പറയുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. 2 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് അടിക്കണം. നിങ്ങൾ മാർക്കറ്റിൽ ലോങ് ആയിട്ട് നിന്ന് പോസിറ്റീവായിട്ട് നിന്നിട്ട് ഇവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണം കിട്ടില്ല. നിങ്ങൾക്ക് കുറ്റം പറയാം, ഇന്ത്യൻ ഗവൺമെന്റ് ശരിയായിരിക്കാം, ഇന്ത്യൻ മാർക്കറ്റ് ശരിയായിരിക്കാം. മാർക്കറ്റ് ഇടിഞ്ഞ് 18,000-ലേക്ക് പോകും.
ശരിയായിരിക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് അടിക്കണം. അല്ലാണ്ട് ലോങ് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. ഈ രണ്ട് ക്യാരക്ടറും കൂടെ നിങ്ങൾക്ക് യോജിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് യാതൊരു വിരോധമില്ല, നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും എഫക്ട് ചെയ്യില്ല. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നുമല്ല പറയുന്നത്. ഞങ്ങളെ കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, മനസ്സിലാക്കിച്ച് തരാൻ പറ്റുമെങ്കിൽ, ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്സ്, ഞങ്ങൾ വെറും ചെറിയ സാധാരണക്കാരാണ്, ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾക്ക് സംഭവിക്കരുതെന്നും ഞങ്ങൾ എങ്ങനെയാണ് ഇത് ടൈഡ് ഓവർ ചെയ്തതെന്നും നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതിനകത്ത് പെസിമിസത്തിന് സ്റ്റാൻഡില്ല. പെസിമിസം ആവാം നിങ്ങൾക്ക് കുറ്റം പറയാം, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് മോശമായിരിക്കാം, സിസ്റ്റം മോശം. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ലോങ് പിടിക്കരുത്, ഷോർട്ട് അടിച്ച് പൈസ ഉണ്ടാക്കണം. മാർക്കറ്റിൽ മുന്നോട്ട് പോകുന്നവർ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോകുന്നത് അവരുടെ എന്തൂസിയാസവും അവരുടെ കൺവിക്ഷനും നിങ്ങൾ ഒരു ഇതാവരുത് എന്നുള്ള. ബട്ട് ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ആവാം, നിങ്ങളുടെ നെഗറ്റീവ് ഒപ്പീനിയൻസ് നമ്മൾ ഉൾക്കൊള്ളുന്നു, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. വി ആർ എംപത്തൈസിങ് വിത്ത് യു. നമുക്ക് നമ്മളും കൂടി ചിന്തിക്കണം പറയുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ, അതായത് അവർ ഫോഴ്സ് ചെയ്യാണ്. നിങ്ങൾ അങ്ങനെ പറയാവൂ. നിങ്ങൾ എന്തിനാണ് പോസിറ്റീവ് പറയുന്നത്? നിങ്ങൾ പറയും മാർക്കറ്റ് താഴോട്ട് പോകും. ഞങ്ങൾക്ക് മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ഈ പണിക്ക് വരേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ വീട് വിറ്റ് ഇതെല്ലാം മേടിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ? ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംവിധാനം അല്ല ഇത്. നിങ്ങൾ മനസ്സിലായി, ഞങ്ങളുടെ FIയുടെ കയ്യിൽ നിൽക്കുന്നില്ല. FIs ഉണ്ടാക്കിയ നഷ്ടങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പറയുകയും ചെയ്തു, ഇന്ത്യ വിക്സ് NSE പറയുന്ന ഡേറ്റയ്ക്ക് പോലും മാർക്കറ്റിനെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഞങ്ങളും ലോസിൽ ഇരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പോസിറ്റിവിറ്റിയാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും കൂടെ മനസ്സിലാക്കുന്നു. ഓവർ ടു യു ജാസ്മിൻ. യെസ്, ഏതായാലും അതിൻ്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് ഈ ഒരു ഷോയിനെ കാണേണ്ടത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഈ പറയുന്ന പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ ഉള്ളതിനകത്തു നിന്നും തിരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ മുന്നിലെത്തിക്കുന്നത്. സുരേഷ് സാർ, നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോകാം അല്ലേ? ജാസ്മിൻ, ഈ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേ നമ്മൾ വീണ്ടും ഞാനൊരു വാറൻ ബഫയുടെ ഒരു ഇനർഷി എന്ന് ഞാൻ മാറിയിട്ടില്ല എന്നാണ്. അപ്പോൾ ലെജൻഡറി ഇൻവെസ്റ്റർ വാറൻ ബഫെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട്, അതായത് ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കം അറൗണ്ട് വെൻ എക്സലൻറ്റ് കമ്പനീസ് ആർ സറൗണ്ടഡ് ബൈ അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ് ദാറ്റ് കോസ് ദ സ്റ്റോക്ക് പ്രൈസ് ടു ബി മിസ്സർപ്രൈസ്ഡ്. അതായത് ചില നല്ല കമ്പനിക്ക് ചുറ്റും ചില അൺയൂഷ്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസ് വരുമ്പോൾ ആ കമ്പനിയെ മാർക്കറ്റ് ചില സമയത്ത് തെറ്റിദ്ധരിച്ചേക്കാം. അവിടെയാണ് ഒരു വ്യക്തിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ വാറൻ ബഫെ പോലെയുള്ള ലെജൻഡറി ഇൻവെസ്റ്റർ ഇങ്ങനത്തെയൊക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലും വിസ്ഡമിലും ഇതൊക്കെ പറയുമ്പോൾ ആ കോട്ടിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും ചില സിറ്റുവേഷൻസിൽ വരും. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ എന്താ പറ്റിയത്? ഒരുപാട് നല്ല കമ്പനീസിന് ഒരു പ്രാവശ്യത്തെ കാരണത്താൽ, കോവിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്നൊരു കാര്യമില്ലല്ലോ, വല്ലപ്പോഴും വരുന്ന ഒരു കാരണത്താൽ പല സ്റ്റോക്കുകളും മിസ്സർപ്രൈസ്ഡ് ആയി. അവിടെയാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോവിഡ് തന്നെയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെ. അപ്പോൾ ഇന്ന് എന്താണ് അങ്ങനത്തെ രീതിയിൽ സംഭവിക്കണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിയൻ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി അദ്ദേഹം നമുക്കൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ തരികയാണ്. ആ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കാരണമാണ്, അതാണ് ശനിയാഴ്ച നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി ന്യൂസ് 2 പ്രാവശ്യം വായിച്ച് വരുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹർദീപ് സിംഗ് പുരി, അതായത് ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്ററിൻ്റെ 2 വാക്കുകളാണ്. ഞാൻ അതെന്താണെന്ന് നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട്, അതായത് ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹർദീപ് സിംഗ് പുരി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിയൻ പെട്രോളിയം മിനിസ്റ്റർ നമുക്ക് തരുന്ന ഒരു ഐഡിയ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാലോ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ റിക്വയർമെൻറ്റ്, അപ്പോൾ പെട്രോളിയം മിനിസ്റ്റർ ആകുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണമല്ലോ നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ ക്രൂഡിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ 80 തൊട്ട് 85% നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുന്നത് എന്നുള്ള. നമ്മുടെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒരു 15-20% മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ക്രൂഡ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്നുള്ള. ബാക്കിയെല്ലാം നമുക്ക് പുറത്തുനിന്ന് വരുന്നു എന്നുള്ള. അപ്പോൾ അത് 2024-25 ഡേറ്റ പ്രകാരം ഈ ഇമ്പോർട്ട് ചെയ്ത, അതായത് നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡിൻ്റെ 35% റഷ്യയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ മറ്റുള്ള കൺട്രീസിൽ നിന്നുള്ളത് ബാക്കിയുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഇറാഖ് ഉണ്ട്, സൗദി ഉണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട്, അമേരിക്കയുണ്ട്. അങ്ങനെ ഒരുപാട് കൺട്രിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മേജറായിട്ട് മേടിച്ചിരുന്ന 35% നമ്മുടെ റിക്വയർമെൻറ്റും റഷ്യയിൽ നിന്നാണെന്നുള്ളത്. ആ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ 80 തൊട്ട് 75% വരെ നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മളിവിടെ അതിനെ റിഫൈൻ ചെയ്യുന്നു. റിഫൈൻ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് റിഫൈൻ ചെയ്യുന്നത്? റിലയൻസ് റിഫൈൻ ചെയ്യുന്നു, നയാര എനർജി റിഫൈൻ ചെയ്യുന്നു, HPCL, BPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, MRPL, ചെന്നൈ പെട്രോളിയം, ഇവരെല്ലാവരും കൂടെ റിഫൈൻ ചെയ്തിട്ട്
അതിൻ്റെ ഒരു 75 തൊട്ട് 80% നമ്മുടെ ലോക്കൽ യൂസ്, ഡൊമസ്റ്റിക് യൂസിന് എടുത്തിട്ട് ബാക്കി ഒരു 20-25% നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ നമുക്കറിയാലോ, അടുത്ത കാലത്ത് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് കാരണമാണ് നമുക്ക് ട്രംപ് ഓൾറെഡി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന 25% ടാരിഫിന്റെ മുകളിൽ അടുത്ത 25% കൂടെ വെച്ച് നമുക്ക് 50% ടാരിഫ് ആക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഫ്രൈഡേ, വെള്ളിയാഴ്ച വന്ന ഒരു ന്യൂസാണ്. അത് നമ്മൾ ശനിയാഴ്ച നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ യൂണിയൻ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ശ്രീ ഹർദീപ് സിംഗ് പുരി വെള്ളിയാഴ്ച പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ ഞാൻ 3-4 പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, ദർ ഈസ് നോ ഇന്റർനാഷണൽ സാങ്ഷൻസ് ഓൺ റഷ്യൻ ഓയിൽ. റഷ്യൻ ഓയിലിൻ്റെ മുകളിൽ ഒരു ഇന്റർനാഷണൽ സാങ്ഷൻസും ഇല്ല. അതായത് ഞങ്ങളെന്നല്ല, ഒരുപാട് രാജ്യങ്ങൾ മേടിക്കുന്നുണ്ട്. അതായത് ചൈനയാണ് ഏറ്റവും വലിയ ബയർ, ഞങ്ങൾ രണ്ടാമതാണ്. ഞങ്ങൾക്ക് താഴെ ടർക്കിയും ജപ്പാനും ഒക്കെ അവിടുന്ന് മേടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ഒരുപാട് എനർജി റിക്വയർമെന്റ്സ് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, യുറേനിയം പോലത്തെ സാധനങ്ങൾ US നേരിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഞങ്ങൾ റിഫൈൻ ചെയ്ത്, റഷ്യയിൽ നിന്ന് മേടിച്ച് റിഫൈൻ ചെയ്ത് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് യുക്രൈനും മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇന്റർനാഷണൽ സാങ്ഷൻസ് ഒന്നും റഷ്യയ്ക്ക് മുകളിലില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് ശ്രീ ഹർദീപ് സിംഗ് പുരി പറയുന്നു. രണ്ടാമത്തെ കാര്യം, എന്നൊക്കെ ലോകരാഷ്ട്രങ്ങൾ ഇന്റർനാഷണൽ സാങ്ഷൻസ് വച്ചോ, സേ ഇറാൻ ഓർ വെനിസ്വേല, ഞങ്ങൾ അതൊരു പാലിച്ചിട്ടുള്ള രാഷ്ട്രം തന്നെയാണ്. അത് വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള നേഷനാണ് ഞങ്ങൾ എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് മേടിക്കുന്നു വെച്ചാൽ അതിന് ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നു എനർജി എസെൻഷ്യൽ ആയിട്ടുള്ള കമോഡിറ്റിയാണ്. അതിന് ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കയറും, അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും. ഞങ്ങളിൽ മാത്രമല്ല, കാര്യം ക്രൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സബ്ജക്റ്റാണ്, ഒരു ഇന്റർനാഷണൽ കമോഡിറ്റിയാണ്. അതിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കയറുകയാണെങ്കിൽ ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന പോലെ ക്രൂഡിന്റെ വില കയറാൻ നേരത്ത് ഇൻഫ്ലേഷൻ കയറും, എല്ലാ എക്കണോമിക്കും മോശമാണ്. അപ്പോൾ അതുകൊണ്ട് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, അതായത് റഷ്യയുടെ ക്രൂഡിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ലോകമെമ്പാടും ക്രൂഡിന്റെ പ്രൈസ് കയറാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫ്ലേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്, പല എക്കണോമിക്കും അത് മോശമായേക്കാം എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഹർദീപ് സിംഗ് പുരി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇതിനു മുമ്പേയുള്ള പല രാജ്യങ്ങൾക്കും വച്ചിരുന്ന സാങ്ഷൻ ഒന്നും വേണ്ട രീതിയിൽ വർക്ക് ചെയ്തില്ല, പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നുള്ള. പിന്നെ ഇന്ത്യയുടെ കാര്യം അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും മേടിക്കുന്നുണ്ട്. റഷ്യ മാത്രമല്ല, പലരിൽ നിന്നും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിനാണ് ഞങ്ങൾ മേടിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്, എങ്ങോട്ട് അയക്കണം എന്നുള്ളത്, ആർക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളത്, എവിടെ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ PSU കമ്പനീസാണ് ചെയ്യണത്. ഞങ്ങൾ ഗവൺമെൻറ് അതിനകത്ത് ഒരു സേയുമില്ല, ഞങ്ങൾ പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള കൺസേൺ ഇന്ത്യയുടെ എനർജി പ്രൈസസ് കുറച്ച് വച്ചിട്ട് ഇൻഫ്ലേഷൻ കയറാതെ സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ക്രൂഡ് അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ഡീസൽ പെട്രോൾ കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ള. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു, റഷ്യയിൽ നിന്നുള്ള ഡിസ്കൗണ്ട് അടുത്ത കാലത്തായിട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും കൂടെ മേടിച്ച് അത് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകണം. ഇപ്പോൾ റഷ്യൻ ക്രൂഡും മറ്റതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ അതിനകത്ത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ US നിന്നും കൂടെ മേടിച്ച് ഞങ്ങൾക്ക് സഹായിക്കാം എന്നുള്ളതായിരിക്കാം. അദ്ദേഹം ലോങ്ങർ ടേം ക്രൂഡിൻ്റെ ഒരു വിലയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. $65 per barrel to $68 per barrel ആയിരിക്കും ക്രൂഡ് നിൽക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ ഹർദീപ് സിംഗ് പുരിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു നോ നോൺസെൻസ് ഗൈ ആണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഈസ് എ വെരി എഡ്യൂക്കേറ്റഡ് മാൻ. അദ്ദേഹം മാസ്റ്റേഴ്സ് ഇൻ ആർട്സ് ആൻഡ് ഹിസ്റ്ററി ആയിരുന്നു. 1974 ഇന്ത്യൻ ഫോറിൻ സർവീസസിൽ ജോയിൻ ചെയ്തു, IFS. ഓക്കെ, വാസ് ജോയിന്റ് സെക്രട്ടറി ഇൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ജോയിന്റ് സെക്രട്ടറി ഇൻ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്. ഹി വാസ് ഇന്ത്യൻ അംബാസിഡർ ഇൻ ബ്രസീൽ. ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നു ബ്രസീൽ. ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. എവിടെയൊക്കെ? യുണൈറ്റഡ് കിങ്ഡം, ജപ്പാൻ, ശ്രീലങ്ക. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നു. വളരെ ക്വാളിഫൈഡ് മാനാണ്. ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്. ഗ്ലോബൽ ട്രേഡിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് വെൽ റെഡ് ആൻഡ് ആർട്ടിക്കുലേറ്റ് മാനാണ് ഈ പറഞ്ഞ പോലെ ഹർദീപ് സിംഗ് പുരി. ഇദ്ദേഹം ഇത്രയും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം തരും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ അണ്ടർ വാല്യൂയിങ് സ്റ്റേറ്റ് റൺ ഓയിൽ കമ്പനീസ്. സ്റ്റേറ്റ് റൺ ഓയിൽ കമ്പനീസ് ഇന്ത്യയിലെ ഓയിൽ കമ്പനീസ് ഡിസ്പൈറ്റ് ഹൈ പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻഡ്. ഹൈ പ്രോഫിറ്റും ഡിവിഡൻഡും ഉണ്ടായിട്ടും
സ്റ്റോക്ക് മാർക്കറ്റ് ഈ കമ്പനിയെ വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ള. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ IOCL ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, BPCL ഭാരത് പെട്രോളിയം, HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം ടുഗെദർ അക്കൗണ്ട് ഫോർ 3.3% ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ്സിന്റെ പ്രോഫിറ്റ്. ഇന്ത്യ ഇൻകിന്റെ പ്രോഫിറ്റിന്റെ 3.3% ആണ് IOCയും HPCLും BPCLും തരുന്നത്. എന്നാൽ ഈ ഇന്ത്യ ഇൻകിന്റെ മാർക്കറ്റ് ക്യാപ്പിന്റെ 1%-ന് താഴെയാണ് ഇവരെല്ലാവരും. ഓക്കെ, അതായത് പ്രോഫിറ്റ് 3.3%, എന്നാൽ മാർക്കറ്റ് ക്യാപ്പ് 1%. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, പ്രോഫിറ്റ് 3.3% ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ലെവലിലെങ്കിലും മാർക്കറ്റ് ക്യാപ്പ് വരണ്ടേ. മാർക്കറ്റ് ക്യാപ്പ് 1%-ന് താഴെയാണ്, അണ്ടർ വാല്യൂഡ് ആണ്, എന്താ പറയുക, മിസ്പ്രൈസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബാക്ക് ഓഫ് ദി ഓൺവെലോപ്പ് കാൽക്കുലേഷൻ, അതായത് ഒരു ചെറിയ ഒരു രീതിയിൽ അതിനകത്ത് മറ്റേ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിന് കൺസോൾട്ടേറ്റഡ് ഫിഗർ ഉണ്ട്, സ്റ്റാൻഡ് അലോൺ ഉണ്ട്, സബ്സിഡറീസ് ഉണ്ട്. ഞാൻ എന്നാലും ഒരു ബേസിക് ലെവലിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു തന്നില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ആരാ, IOCL, BPCL, HPCL ഇവരുടെ എല്ലാവരുടെയും കൂടെ 2024-25 ഈ കമ്പനികൾ എല്ലാവരും ചേർന്നുണ്ടാക്കിയ പ്രോഫിറ്റ് ഞാൻ ആഡ് ചെയ്ത് നോക്കുകയാണ്. 3 കമ്പനിയുടെ അതിൻ്റെ കമ്പൈൻഡ് പ്രോഫിറ്റ് എത്രയെന്ന് പറയുന്നറിയോ, 40,930 crores ആണ് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ്. ഈ 3 കമ്പനിയും കൂടെ, ഈ 3 കമ്പനിയും ട്രേഡ് ചെയ്യണ മാർക്കറ്റ് ക്യാപ്പ് എന്നറിയോ, കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 4,43,500 crores. അപ്പോൾ ആ ഫിഗേഴ്സ് അങ്ങനെ നിൽക്കട്ടെ. ഏതായാലും 40,000 കോടി പ്രോഫിറ്റും 4.5 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് എന്ന് വിചാരിക്കാം. അത് നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ ഇനിയൊന്ന് ബാക്കി ഇതിനെ, അതായത് ഈ 3 കമ്പനികളെ ഒരു സ്ഥലത്തും മറ്റേ സ്ഥലത്ത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ടോപ്പ് 500 കമ്പനീസിനെ എടുക്കുക. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഇൻക് എന്നാണ് പറഞ്ഞത്. ഇന്ത്യ ഇൻക് എന്ന് പറയുന്നത് ഏത് കണക്കാണ് അദ്ദേഹം എടുത്തതെന്നറിയില്ല. ഞാനൊന്ന് ടോപ്പ് 500 കമ്പനീസ് എടുത്ത് നോക്കി. ആ ടോപ്പ് 500 കമ്പനീസിന്റെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നറിയോ, FY 24-25 ഒരു ബാക്ക് ഓഫ് ദി ഓൺവെലോപ്പ് കാൽക്കുലേഷൻ ആണ്. ഞാനൊരു എന്താ പറയുക, ഒരു നിയർ ടു ആ ഫിഗർ 15 ലക്ഷം കോടി. 15 ലക്ഷം കോടിയാണ് ടോപ്പ് 500 കമ്പനീസിന്റെ നെറ്റ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞ 3 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, 40,930 crores. അപ്പം നമ്മൾ എത്രയാണ് ഈ ടോപ്പ് 500 കമ്പനീസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഈ IOCL, BPCL, HPCL നോക്കാം. എത്രയാണ് വരുന്നതെന്നറിയോ, 2.73%. 2.73% കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കമ്പൈൻഡ് പ്രോഫിറ്റ് ഓഫ് IOC, HPCL, BPCL ഡിവൈഡഡ് ബൈ കമ്പൈൻഡ് പ്രോഫിറ്റ് ഓഫ് ടോപ്പ് 500 കമ്പനീസ് മൾട്ടിപ്ലൈഡ് ബൈ 100. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതായത് 40,930 crores ഡിവൈഡഡ് ബൈ 15 lakh crore മൾട്ടിപ്ലൈഡ് 100 വിൽ ഗിവ് യു 2.73%. അപ്പോൾ ടോട്ടൽ ടോപ്പ് 500 കമ്പനീസിന്റെ 2.73% പ്രോഫിറ്റ് ആണ് ഈ നമ്മുടെ 3 കമ്പനിയും കൂടെ കമ്പൈൻ. ഇനി മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് ഈ 3 കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എത്ര, 4,43,500 കോടി. എന്നാൽ ഇന്ത്യ ടോപ്പ് 500 ലിസ്റ്റഡ് കമ്പനീസിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, 421 ലക്ഷം കോടി. 421 ലക്ഷം കോടി. അപ്പൊ ഈ 421 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ടോപ്പ് 500 കമ്പനീസിന്റെ എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് ക്യാപ്പാണ് ഈ 3 കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപ്പ് ഓഫ് IOC, BPCL, HPCL ഡിവൈഡഡ് ബൈ കമ്പൈൻഡ് മാർക്കറ്റ് ക്യാപ്പ് ഓഫ് ടോപ്പ് 500 ലിസ്റ്റഡ് കമ്പനീസ് മൾട്ടിപ്ലൈഡ് ബൈ 100 വിൽ ഗിവ് യു 0.11%. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് ടോപ്പ് 500 കമ്പനീസിന്റെ 2.73% ആണ് ഈ 3 കമ്പനിയും കൂടെ തരുന്നത്. എന്നാൽ മാർക്കറ്റ് ക്യാപ്പ് ജസ്റ്റ് 0.1% മാത്രമാണെന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് 2.7%, മാർക്കറ്റ് ക്യാപ്പ് 0.1%. എന്നാൽ നമ്മുടെ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി പറഞ്ഞത് 3.3%, 1% താഴെ. 1% താഴെയാണെന്നുള്ളത് കറക്റ്റാണ്. 3.3% അദ്ദേഹം എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് ഇന്ത്യ ഇൻക് എന്ന് പറയുമ്പോൾ ഏതാണ് കണക്കെടുത്തത്, അല്ലെങ്കിൽ ഏതാണ് അതിന്റെ മാനദണ്ഡം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല എന്നുള്ളത്. ബട്ട് ഒരു കാര്യം പറയാം, ഹർദീപ് സിംഗ് പുരിയുടെ കാൽക്കുലേഷൻ ആണെങ്കിലും നമ്മുടെ ബാക്ക് ഓഫ് ദി എൻവലപ്പ് റഫ് എസ്റ്റിമേറ്റ് ആണെങ്കിലും ഇറ്റ് ഷോസ് ദാറ്റ് IOCL, BPCL, HPCL ഈസ് അണ്ടർ വാല്യൂഡ് കമ്പയർഡ് ടു ദ അതിന്റെ
ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 2 ടൈപ്പാണ് സ്റ്റേറ്റ് ഓയിൽ റൺ കമ്പനീസ് ഉള്ളത്. അതിൽ അപ്സ്ട്രീം കമ്പനീസ് എന്ന് പറയുന്നത് ONGC, ഓയിൽ ഇന്ത്യയാണ്. അവരാണ് ഈ ഡ്രില്ല് ചെയ്ത് ഓയിൽ ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിച്ച് എടുക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഇത് റിഫൈൻ ചെയ്യുന്ന കമ്പനികളാണ് ഡൗൺ സ്ട്രീം കമ്പനീസ് എന്ന് പറഞ്ഞാൽ. ആ ഡൗൺ സ്ട്രീം കമ്പനീസിലാണ് IOCL, BPCL, SPCL. അവരാണ് ഇതിനെ റിഫൈൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ഉള്ളത് എന്ന് നമുക്ക് ആവശ്യമുള്ളത് തരുന്നത്. പുറത്തുനിന്നും കൂടെ ഇമ്പോർട്ട് ചെയ്ത് റിഫൈൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് തരുന്നു. ബാക്കി അവർ എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ കമ്പനീസ് ആണെന്നുള്ള IOCL, BPCL. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒക്കെയാണ്. IOCL ആണ് ലാർജസ്റ്റ് ഓയിൽ റിഫൈനർ ഇന്ത്യയിൽ. അത് 50% ഫ്യൂവൽ റീറ്റെയിലിംഗും അവരാണ് ചെയ്യുന്നത്. 50% ഫ്യൂവൽ റീറ്റെയിലിംഗ്. പെട്രോൾ പമ്പിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ ആണ്, ബട്ട് ലോ റിഫൈനിങ് മാർജിൻസ് ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അതേസമയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ, സ്ലോ ഗ്രോവർ ആണ്, ഒരു ഡിവിഡൻഡ് പ്ലെയർ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ IOCയെ മാറ്റിവെക്കുന്നു. HPCL 3rd ലാർജസ്റ്റ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. 3rd ലാർജസ്റ്റ് എന്ന് വെച്ചാൽ, ബട്ട് അതിനുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ HPCL ഒരുപാട് ഡെപ്റ്റ് ഉണ്ട്. എന്നാൽ ഓയിൽ ഇന്ത്യക്ക് അത്രയ്ക്ക് വലിയ ഡെപ്റ്റ് ഇല്ല, ബട്ട് റിഫൈനിങ് മാർജിൻസ് കുറവാണ്, ഒരു ഡിവിഡൻഡ് പ്ലെയർ. എന്നാൽ BPCL ആണെങ്കിലോ 2nd ലാർജസ്റ്റ് OMC. ഈ മൂന്നിലും ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കമ്പനി, സ്ട്രോങ് റിഫൈനിങ് മാർജിൻസ്, ബെസ്റ്റ് ഫിനാൻഷ്യൽ എമംഗ്സ് 3, റിലേറ്റീവ്ലി ലോ ഡെപ്റ്റ്, വളരെ ബാലൻസ്ഡ് ആണ്. അതായത് ബെറ്റർ ദാൻ IOCയെക്കാട്ടിലും എഫിഷ്യൻസി ഉണ്ട്. എന്നാൽ HPCLന്റെ ആ അത്രയ്ക്ക് മോശപ്പെട്ട ബാലൻസ് ഷീറ്റും അല്ല എന്നാണ്. അപ്പോൾ ഗവൺമെന്റ് അടുത്ത കാലത്ത് BPCLന്റെ ഒരു പ്രൈവറ്റൈസേഷനും കൂടെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കമ്പനീസും സ്റ്റേറ്റ് റൺ ഓയിൽ കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് IOC, HPCL, BPCL might having a better business model than the other 2 companies. ആ BPCL ആണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇത് ഹർദീപ് സിംഗ് പുരിയാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് വേണ്ട രീതിയിൽ മാർക്കറ്റ് അതിനെ ഗവനിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞേ ഉള്ളൂ. ഇതൊരു സോളിസിറ്റേഷനോ അഡ്വൈസോ ആയിട്ട് റെക്കമെൻഡേഷൻ ആയിട്ടോ കണക്കാക്കരുത്. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ്, സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് എന്ന അഡ്വൈസറിന്റെ റെക്കമെൻഡേഷനിൽ മാത്രം നിങ്ങൾ സ്റ്റോക്സിനെ മേടിക്കുക എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് അക്കാഡമിക് പർപ്പസിന് മാത്രമേ പറയുള്ളൂ. ഫോർച്ചുനേറ്റ്ലി ഇന്ന് BPCL ഏതാണ്ട് 4.25% ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വാസ്തവമായിട്ട് പറയേണ്ടത്. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും വരുന്ന മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.